the biggest problem for me with Dhurandhar 2 is Dhurandhar Part 1 Nazar or Sabar ഒബ്സർവൻസ് ആൻഡ് പേഷ്യൻസ് വിട്ട് ദുരന്തർ 2-ൽ ഹൊസ്ല ഈന്തൻ ബത്ലയിലേക്ക് എത്തുമ്പോൾ വിച്ച് ഇസ് കറേജ് ഫ്യൂവൽ റിവെഞ്ച് എന്ത് അടിപൊളിയായിട്ടാണ് ആദിത്യധർ ആ പടം എടുത്തു വെച്ചിരിക്കുന്നത്. എന്ത് എക്സെപ്ഷണൽ ആയിട്ടാണ് അല്ലെ. ബട്ട് there is this one thing that did not sit well with me. And no, it's not the politics. And no, it's not those repetitive slow-mo sequences featuring Ranveer Singh. But it is the villain. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു മൂവിയിൽ ഹീറോ ഇസ് ഓൺലി ആസ് ഗുഡ് ആസ് ഹിസ് വില്ലൻ. ദുരന്തർ പാർട്ട് 1-ൽ നമുക്ക് റഹ്മാൻ ഡക്കേറ്റിനെ കിട്ടി. അക്ഷയ് ഖന്ന കരിസ്മാറ്റിക് ആയിട്ട് അവതരിപ്പിച്ച റഹ്മാൻ ഡക്കേറ്റ്. ഒരു ക്യാരക്ടർ എന്ന നിലയിൽ പുള്ളിയുടെ ആക്ഷൻസ് പലപ്പോഴും വേറെ ആൾക്കാരാണ് ഡിക്റ്റേറ്റ് ചെയ്തിരുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും തന്റെ കരിസ്മ കൊണ്ട് അക്ഷയ് ഖന്ന ഇമ്മോർട്ടൽ ആക്കിയ ഒരു ക്യാരക്ടറാണ് റഹ്മാൻ ഡക്കേറ്റ്. ആൻഡ് ഹെൻസ് ദാറ്റ് ഫൈനൽ ഫേസ് ഓഫ് രൺവീർ സിംഗും അക്ഷയ് ഖന്നയും തമ്മിലുള്ള ഫൈറ്റ് ഇറ്റ് പേസ് ഓഫ് ഇൻ ദി എൻഡ്. പക്ഷെ ഇവിടെ ദുരന്തർ 2-ലേക്ക് എത്തുമ്പോൾ ഹു ആർ വി ഗെറ്റിംഗ്? യെസ്, കുറെ വില്ലൻസിനെയും ബഡേ സാഹിബിനെയൊക്കെ കാണിക്കുന്നുണ്ട്. മൊണ്ടേജ് ഷോട്ട്സിൽ പലരെയും ഇതിനകത്ത് കൊല്ലുന്നുണ്ട്. ബട്ട് ദ മെയിൻ വില്ലൻ ഇസ് മേജർ ഇക്ബാൽ പ്ലേഡ് ബൈ അർജുൻ രാംപാൽ. അർജുൻ രാംപാൽ ഒരു എക്സെപ്ഷണൽ ആക്ടറാണ്. പലപ്പോഴും ബോളിവുഡ് അണ്ടർ യൂട്ടിലൈസ് ചെയ്ത ഒരു ആക്ടർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ എത്തുമ്പോൾ എന്നാൽ തീരെ ക്യാരക്ടർ ഡെവലപ്മെന്റ് ഇല്ലാത്ത ഒരു വ്യക്തിയാണ് മേജർ ഇക്ബാൽ. ഐ ഗെസ് ദുരന്തർ പാർട്ട് 1-ൽ പുള്ളി കുറെ കൂടെ മെനേസിംഗ് ആയിരുന്നു പുള്ളിയുടെ ആക്ഷൻസ് വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ ക്ലൈമാക്സ് സീക്വൻസിലേക്ക് എത്തുമ്പോൾ വില്ലനും നായകനും ആയിട്ടുള്ള ഫേസ് ഓഫ് ഇറ്റ് നെവർ റിയലി പേസ് ഓഫ് ഫോർ മീ. ആൻഡ് ദാറ്റ് മൈ ഫ്രണ്ട്സ് ഇസ് മൈ ബിഗസ്റ്റ് പ്രോബ്ലം വിത്ത് ദുരന്തർ 2.